നമസ്കാരം പ്രിയമുള്ളവരെ, ഇനി നമുക്ക് നല്ല ചക്ക പെട്ടെന്ന് ചക്ക ഇനണമെങ്കിൽ ഏത് പ്ലാവ് നടണം എന്നുള്ള ഒരു അവബോധം കർഷകർക്ക് അറിയില്ല. അപ്പോൾ അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പ്ലാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഇനമാണ്. ഇത് ഹോം ഗ്രൗണ്ട് ഇനമാണ്, അതായത് കറയില്ലാത്ത ഇനത്തിൽപ്പെട്ടൊരു പ്ലാവാണ്. വെളുത്ത കറുത്തിലുള്ള കറയില്ലാത്തൊരു ഇനം പിടിച്ചൊരു പ്ലാവാണ്. ഇത് കണ്ടോ, ഈ പ്ലാവ് ഒരു തരം പ്ലാവാണ്. ഈ പ്ലാവാണ് ആൾ സീസൺ പ്ലാവ് എന്ന് പറയും. ഇതിൻ്റെ പേര് ശരിക്കും ആൾ സീസണിൽ 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റ്സാണ്. ഇത് യഥാർത്ഥ പേരെന്ന് വെച്ചാൽ വിയറ്റ്നാം ഏർലി സൂപ്പർ എന്നാണ് പറയുക. നിങ്ങൾ അവിടെ പോയി ചോദിക്കുകയാണെങ്കിൽ, നഴ്സറി ചെന്ന് ചോദിക്കുമ്പോൾ വിയറ്റ്നാം ഏർലി സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് കായ്ച്ച് കിട്ടുകയും പെട്ടെന്ന് ചക്ക ഇന്നുകയും ചെയ്യാം. ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അധികം ഉയർത്തി പോവില്ല, വളരെ ഒരു ശ്രബിയായിട്ട് അത്യാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്കോ മുതിർന്നവർക്കോ പറിച്ചെടുക്കാവുന്ന രീതിയിൽ താഴ്ന്ന രീതിയിൽ ചക്ക നിൽക്കും. അതുപോലെ ചക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം സൈസ് വരില്ല, പക്ഷേ ഒരു കുടുംബത്തിന് ഒരു നേരം നല്ല രീതിയിൽ ചക്ക കഴിക്കാൻ പറ്റിയ ഒരു സൈസ് ഉണ്ടാവുകയും ഇടയ്ക്കിടയ്ക്ക് ചക്ക ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഒരുപാട് എണ്ണം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചക്ക ഇന്നുള്ളൊരു വിയറ്റ്നാം ഏർലി സൂപ്പർ അല്ലെങ്കിൽ ആൾ സീസൺ പ്ലാന്റ്സ്, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയുണ്ടല്ലോ, ലീഫ് എടുത്ത് നോക്കിയാൽ ഒരു ഗ്ലൈസിങ് ഉണ്ടാവും. സാധാരണ പ്ലാവിൻ്റെ ഇല കണ്ടോ, ഇത് കണ്ടോ, ഇതിന് ഗ്ലൈസിങ് ഉണ്ടോ? ഇല്ല. ഇതൊരു നോർമലായിട്ടൊരു ഇലയല്ല, നേരെ ഒരു തിളക്കം, മനസ്സിലായല്ലോ. ഇതിന് തിളക്കം കാണില്ല. നേരെ മറിച്ച് വിയറ്റ്നാം ഏർലി സൂപ്പറിൻ്റെ പ്ലാവിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു തിളക്കം മാത്രം നോക്കുക. ഒരു പ്രത്യേക ഒരു പോളിഷ് ചെയ്ത ഇല പോലെ ഇരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് തൈ വേണമെങ്കിൽ പ്ലാവിൻ്റെ ഈ ഇനം തിരഞ്ഞെടുക്കൂ, പെട്ടെന്ന് ചക്ക തിന്നും. നമസ്കാരം പ്രിയമുള്ളവരെ, ഇനി നമുക്ക് നല്ല ചക്ക പെട്ടെന്ന് ചക്ക ഇനണമെങ്കിൽ ഏത് പ്ലാവ് നടണം എന്നുള്ള ഒരു അവബോധം കർഷകർക്ക് അറിയില്ല. അപ്പോൾ അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പ്ലാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഇനമാണ്. ഇത് ഹോം ഗ്രൗണ്ട് ഇനമാണ്, അതായത് കറയില്ലാത്ത ഇനത്തിൽപ്പെട്ടൊരു പ്ലാവാണ്. വെളുത്ത കറുത്തിലുള്ള കറയില്ലാത്തൊരു ഇനം പിടിച്ചൊരു പ്ലാവാണ്. ഇത് കണ്ടോ, ഈ പ്ലാവ് ഒരു തരം പ്ലാവാണ്. ഈ പ്ലാവാണ് ആൾ സീസൺ പ്ലാവ് എന്ന് പറയും. ഇതിൻ്റെ പേര് ശരിക്കും ആൾ സീസണിൽ 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റ്സാണ്. ഇത് യഥാർത്ഥ പേരെന്ന് വെച്ചാൽ വിയറ്റ്നാം ഏർലി സൂപ്പർ എന്നാണ് പറയുക. നിങ്ങൾ അവിടെ പോയി ചോദിക്കുകയാണെങ്കിൽ, നഴ്സറി ചെന്ന് ചോദിക്കുമ്പോൾ വിയറ്റ്നാം ഏർലി സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് കായ്ച്ച് കിട്ടുകയും പെട്ടെന്ന് ചക്ക ഇന്നുകയും ചെയ്യാം. ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അധികം ഉയർത്തി പോവില്ല, വളരെ ഒരു ശ്രബിയായിട്ട് അത്യാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്കോ മുതിർന്നവർക്കോ പറിച്ചെടുക്കാവുന്ന രീതിയിൽ താഴ്ന്ന രീതിയിൽ ചക്ക നിൽക്കും. അതുപോലെ ചക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം സൈസ് വരില്ല, പക്ഷേ ഒരു കുടുംബത്തിന് ഒരു നേരം നല്ല രീതിയിൽ ചക്ക കഴിക്കാൻ പറ്റിയ ഒരു സൈസ് ഉണ്ടാവുകയും ഇടയ്ക്കിടയ്ക്ക്